ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ബേൺ ഔട്ട് നോക്കിയതാണ്. നമ്മുടെ RC390 BS4 എഡീഷനാണ്. അപ്പോൾ ഏകദേശം ടയറും കാര്യങ്ങളൊക്കെ കമ്പി കാണുന്ന രീതിയിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് ബേൺ ഔട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ ആ ബേൺ ഔട്ടിൻ്റെ ഇടയിൽ തന്നെ വണ്ടി ഏകദേശം കമ്പി അലോയ്സിൽ ചുറ്റിയിട്ട് ഏകദേശം ഈ ലെവൽ ഫുള്ള് അടിച്ചു പോയിട്ടുണ്ട്. ഇവിടുത്തെ എന്തൊക്കെ പൊട്ടിപ്പോയി, അതേപോലെ അവിടെ എൻജിൻ ചെയിന് പിടിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ സോൾവ് ചെയ്യണോ അല്ലെങ്കിൽ ഇതെങ്ങനെ റിപ്പയർ ചെയ്യണോ എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അവൻ തന്നെയാണ് റിപ്പയർ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ കവർ അവിടെ നിന്ന് അഴിക്കണം. കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇനി കുറച്ചേ ഉള്ളൂ, കാരണം ഇവിടുത്തെ കവർ ഫുള്ള് പൊട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പീസ് പോയിട്ടുണ്ട്, ആ പീസാണിത്. പിന്നെ സോൾവ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ചെയിൻ അഴിഞ്ഞു പോന്നിട്ടുണ്ട്, അതേപോലെ അവിടെ ചെയിൻ സ്റ്റക്കായി പോയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെ കമ്പി ചുറ്റിപ്പണഞ്ഞിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യാറ്. ഇതും കൂടി ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇവിടെ കമ്പി ഇരിക്കുന്നുണ്ട്, ഇത് നോക്കാതെ ഒരിക്കലും സോക്കറ്റ് കയറ്റിയിടരുത്. കണ്ടോ, ഇത്രയും വലിയ കമ്പി ഇതിൻ്റെ ഉള്ളിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ സംഭവം എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ലോക്ക് അഴിച്ചിട്ടുണ്ട്. ലോക്ക് അഴിച്ചത് എങ്ങനെയാ വെച്ചാൽ ഇവിടെ കുറച്ച് ഇതുണ്ടായിരുന്നു, അപ്പോൾ ബാക്കി ഇവിടെ ഇട്ടിട്ട് വണ്ടി ബാക്കിക്ക് വലിച്ചു. രണ്ടുപേര് കൂടിയിട്ട് ബാക്കി വലിച്ചപ്പോൾ അവിടുന്ന് ഊരി പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. ഇവിടുന്ന് എന്തായാലും സംഭവം പോന്നിട്ടുണ്ട്. പിന്നെ ഇനി ഇവിടെ ശരിയാക്കണം, പിന്നെ ഇവിടുത്തെ സാധനങ്ങൾ പൊട്ടിയിട്ടുണ്ട്, അതൊക്കെ നോക്കണം. അപ്പോൾ എല്ലാവരും ബേൺ ഔട്ട് ചെയ്യുമ്പോൾ ഏകദേശം നോക്കുക, കമ്പിയൊക്കെ കാണുന്ന രീതിയിലുണ്ടെങ്കിൽ ഏകദേശം ശ്രദ്ധിക്കുക ബേൺ ഔട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ചെയിൻ എന്തായാലും പോകുന്നു. ഇപ്പോൾ കുറച്ച് പണിയെടുത്തിട്ടാണെങ്കിലും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെയിന് ലോക്കായിട്ടുണ്ടെങ്കിൽ അടിച്ച് താഴ്ത്താനൊന്നും നോക്കരുത്, ചിലപ്പോൾ പൊട്ടിപ്പോരും. അപ്പോൾ ഇവിടെ ബാക്കിയിടുക. ഇവിടെ ബാക്കിയിട്ടിട്ട് ഫുഡ് റെസ്റ്റ് പിടിച്ചിട്ട് രണ്ടുപേര് പുഷ് ചെയ്താൽ മതി. പുഷ് ചെയ്യുമ്പോൾ ഇവിടെ ലോക്കായിട്ട് തന്നെ പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ബാക്കി പരിപാടി നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് പണിയെടുത്തിട്ട് നമ്മുടെ വണ്ടി ഏകദേശം ശരിയായിട്ടുണ്ട്. മീൻസ് ഏകദേശം അല്ല, ഫുള്ളായിട്ട് ശരിയായിട്ടുണ്ട്. ചെയിനും എല്ലാം സെറ്റാക്കി. ഇനി ബാക്കിയുള്ള കവറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, പണികളേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ന്യൂ ഇയർ ആയതിൻ്റെ മുമ്പ് ശരിയായി നന്നായി, അല്ലെങ്കിൽ അടുത്ത കൊല്ലം മൂഞ്ചി പോയിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഐ ആം ഇസ്രായേൽ. ഷോ സം ലൈക്സ് ആൻഡ് സപ്പോർട്ട്. ബൈ ബൈ.